മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 9-ാം സങ്കീർത്തനം 10-ാം തിരുവാക്യം. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിത അനുഭവം നമ്മോട് പങ്കുവെക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ അറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു. നമ്മൾ വിശ്വാസമർപ്പിക്കേണ്ടത് ഈ ലോകത്തിലല്ല, നമ്മുടെ കഴിവുകളിലോ സമ്പത്തിലോ ആരോഗ്യത്തിലോ ബുദ്ധിയിലോ നമ്മുടെ മുൻപിലുള്ള സാധ്യതകളിൽ ഒന്നിലുമല്ല. ഇതെല്ലാം ദാനമായി നൽകിയ കർത്താവിലാണ് നമ്മൾ വിശ്വാസമർപ്പിക്കേണ്ടത്. ഈ ഒരു തിരിച്ചറിവോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് നിയോഗമായി പ്രാർത്ഥിക്കുന്നത് കർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന 10,000-ങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ സകല ഭാരങ്ങളെയും, നമ്മൾ ആകുലപ്പെടുത്തുന്ന എല്ലാ ദുഃഖങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി തീ പോലെ പടരുന്ന സമയം നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തി ആത്മനിറവോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിന്റെ ജ്ഞാനമേ, ഞങ്ങളെ നയിക്കണമേ. കർത്താവിന്റെ സാന്നിധ്യമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവിന്റെ വചനമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. കർത്താവിന്റെ ആത്മാവേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളെ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം കർത്താവിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. അനേകരെ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്ന സമയം പാപക്കെട്ടുകള്, ശാപബന്ധനങ്ങള്, രോഗത്തിന്റെ അടിമത്തങ്ങളെ കർത്താവ് നിർവീര്യമാക്കുന്നു. വിശ്വാസത്തോടെ ഒരു കുടുംബമായി പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രവർത്തിക്കണമേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. എല്ലാവരും ചേർന്ന് ഇതുവരെ കരുതിയ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കണമേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഹല്ലേലൂയ. കർത്താവേ, ആയിരങ്ങളിലേക്ക് ഈ അഭിഷേകം തീ പോലെ പടരട്ടെ. ലോർഡ് ബ്ലെസ്. ഒരിക്കൽ കൂടെ, നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ.
നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിച്ച് സ്നേഹത്തോടെ പാടി പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ദൈവമെല്ലാം നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാ. ഈശോയെ, പതിനായിരങ്ങളിലേക്ക് അഭിഷേകത്തെ പകരണമേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരുക, പകരുക, ശക്തമായ ആത്മപകർച്ച ജനലക്ഷങ്ങളിലേക്ക് കർത്താവേ പകരുക, പകരുക, പകരുക. യേശുവേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ, കൂട്ടായ്മകളെ ഇനിയും നടത്തണേ തിരുഹിതം പോ. സ്വർഗം നൽകുന്ന ഈ അഭിഷേകം സ്വീകരിച്ച് ഇരുകരങ്ങളും ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവായ യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, പതിനായിരങ്ങളിലേക്ക് സാന്നിധ്യം തീയായി കത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ദൈവ തേജസ്സിനാൽ ഓരോ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, അഹങ്കാരത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. സകല മ്ലേച്ഛതകളെ കത്തിച്ചാമ്പലാക്കി കളയണമേ. കുടുംബങ്ങളെ, കൂട്ടായ്മകളെ, തലമുറകളെ അഭിഷേകം ചെയ്യണമേ. ശക്തമായ ആത്മപകർച്ചയാൽ ഞങ്ങളെ പൂരിതമാക്കണമേ. കർത്താവിനെ, നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന്, രോഗപീഠകളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, നിരാശയിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അഭിഷേകം ചെയ്യണമേ. നന്ദി കർത്താവേ, അങ്ങ് പകരുന്ന അഭിഷേകത്തിനായി, അങ്ങ് നൽകുന്ന സാന്നിധ്യത്തിനായി അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ മധ്യേ ഉലാത്തുന്ന അവിടുത്തെ കരുണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കാരം അരുതേ അരുത്. അഹങ്കാരം അരുതേ അരുത്. ദൈവത്തിന്റെ ജനം താഴ്മയുള്ളവരാകണം. പൗലോസ് ശ്ലീഹ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനം. നിനക്കെന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? 2-3 ചോദ്യങ്ങൾ ഈ തിരുവചന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. നീ എന്തിന് അഹങ്കരിക്കുന്നു? നിനക്കെന്ത് മഹാത്മ്യമാണുള്ളത്? നിനക്ക് എന്താ ഉള്ളത്? ഈ ചോദ്യം ഇന്ന് നമ്മോടാണ് കർത്താവ് ചോദിക്കുന്നത്. എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? നമ്മളിന്ന് അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളും, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മൾ അലങ്കരിക്കുന്ന പദവികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ ബിസിനസ്, വിദ്യാഭ്യാസ ഡിഗ്രികൾ എന്നു വേണ്ട സകലതും കർത്താവിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യമാണ് കൊരിന്തോസിലെ വിശ്വാസികളോട് വിളിച്ചു പറയുന്നത്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവാക്യം. ശക്തി ദൈവത്തിൻ്റെതാണ്.
ഒന്നും ഞങ്ങളുടേതല്ല, എല്ലാം കർത്താവിൻ്റേതാണ്. എല്ലാം കർത്താവിൻ്റേതാണ്. ഈ തിരിച്ചറിവ് വേണ്ട വിധം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിച്ചാൽ സകല അഹങ്കാരവും നമ്മിൽ നിന്ന് വിട്ടുമാറും. എവറിത്തിങ് ബിലോങ്സ് ടു ദ ലോർഡ്. എല്ലാം കർത്താവിൻ്റേതാണ്. ഒന്നും ഞങ്ങളുടേതല്ല. കർത്താവേ, എല്ലാം അങ്ങയുടേതാണ്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുവചനം. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും ഒരുപോലെ വെറുപ്പിക്കുന്നു. എന്തൊരു ഷാർപ്പായി വചനം! അഹങ്കാരം കർത്താവിനെയും മനുഷ്യനെയും ഒരുപോലെ വെറുപ്പിക്കുന്നു. കർത്താവിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നതാണ് അഹങ്കാരം. അത്രമാത്രം അതവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. 13-ാമത്തെ വചനത്തിലൂടെ വീണ്ടും വചനം നമ്മെ പഠിപ്പിക്കുന്നു, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ അവൻ മ്ലേച്ഛത വമിക്കുന്നവനാകും. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. ഇന്ന് അനേകം പാപങ്ങളുടെ അടിസ്ഥാന കാരണം അഹങ്കാരമാണ്. അഹങ്കാരം മ്ലേച്ഛതയാണെന്ന് ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ചാവർത്തിച്ച് നമ്മോട് പറയുകയാണ്. ആരൊക്കെ അഹങ്കാരത്തോട് ഒട്ടി നിൽക്കുന്നുവോ അവനിൽ നിന്ന് അവളിൽ നിന്ന് മ്ലേച്ഛത വമിക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു. ഈ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധ മറിയം പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 51-ാം തിരുവാക്യം, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ദൈവം ചിതറിക്കുന്നു, അഹങ്കാരികളെ ദൈവം ചിതറിക്കുന്നു. എന്താ ഈ വചനത്തിന് അർത്ഥം? അഹങ്കാരം കർത്താവ് വെച്ച് ഉറപ്പിക്കില്ല. ഇന്ന് അനേകം കുടുംബങ്ങളുടെ തകർച്ചയ്ക്കുള്ള അടിസ്ഥാന കാരണം, ഇന്ന് പല കൂട്ടായ്മകളും തകർന്നു പോയതിൻ്റെ കാരണം, സാമ്പത്തികമായും പല ഭൗതിക മേഖലകളിലും ഇന്ന് പലരും നാശത്തിലകപ്പെട്ടതിൻ്റെ കാരണം അഹങ്കാരമാണെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരികയാണ്. ഈ വചനങ്ങളെല്ലാം എൻ്റെ സഹോദര സഹോദരി നമ്മോട് എന്താ വിളിച്ചു പറയുന്നത്? നമ്മൾ അനുദിനം താഴ്മയുള്ളവരാകണം. കർത്താവിൻ്റെ താഴ്മയിൽ നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനേകരിലേക്ക് പകരപ്പെടണം. വിവിധങ്ങളായ തലങ്ങളിൽ അഹങ്കരിച്ച ചില വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ തിരുവാക്യം. പ്രവാചകനായ മോശ ഫറോയുടെ അരികിൽ വന്നിട്ട് പറയും, കർത്താവ് പറയുന്നു, ഈ ജനത്തെ മരുഭൂമിയിൽ എന്നെ ആരാധിക്കുവാൻ വിട്ടയക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ പദവിയിൽ അഹങ്കരിച്ചുകൊണ്ട് ഫറവ പറയും, ആരാണ് ഈ കർത്താവ്? കർത്താവോ? ആരാ ഈ കർത്താവ്? കർത്താവിൻ്റെ വാക്ക് കേട്ട് ഞാൻ എന്തിന് ജനത്തെ വിട്ടയക്കണം? ഞാൻ കർത്താവിനെ അറിയുന്നില്ല, ഞാൻ ഈ ജനത്തെ വിട്ടയക്കുകയില്ല. ദൈവം തനിക്ക് നൽകിയ പദവിയാണ് ഈ രാജസ്ഥാനം എന്ന് തിരിച്ചറിയാതെ അഹങ്കാരത്തോടെ ഫറവ വിളിച്ചു പറയാ, ആരായി കർത്താവ്? ആരായി കർത്താവ്? അവന്റെ അഹങ്കാരത്തെ കർത്താവ് തകർത്ത് കളയുന്നത് പിന്നീടുള്ള വചനങ്ങളിൽ കാണാൻ പറ്റും. ഫറവയുടെ അടിമത്തത്തിൽ നിന്ന് ദൈവം തന്റെ ജനത്തെ വിമോചിപ്പിച്ച് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് നയിക്കുന്ന മനോഹരമായ ചിത്രം വിശുദ്ധ വചനത്തിൽ നമുക്ക് കാണാം. ഫറവയുടെ അഹങ്കാരത്തിന് ദൈവം ഒരു അറുതി വരുത്തുകയാണ്. അഹങ്കാരികളെ ദൈവം ചിതറിക്കുമെന്നുള്ള തിരുവെഴുത്ത് നമ്മൾ ആരും മറന്നു പോകരുത്. പദവികളിൽ അഹങ്കരിക്കുന്ന നമ്മുടെ ഇടയിലുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പദവികളെല്ലാം നമ്മൾ ഡോക്ടർ ആകാം, എഞ്ചിനീയർ ആകാം, പ്രൊഫസർ ആകാം, വലിയ ഗവൺമെൻറ് ഒഫീഷ്യൽ ആകാം, IAS-കാരാവാം, IPS-കാരാകാം, നമ്മൾ ആരുമാകട്ടെ, ഈ പദവി നമ്മൾ നേടിയതല്ല, ഇത് കർത്താവിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ അനുദിനം വളരണം. ഈ പദവികളിലൂടെ അനേകർക്ക് നമ്മൾ കർത്താവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം. 2-ാമത്തെ തലമാണ് സമ്പത്തിലും പ്രതാപത്തിലും അഹങ്കരിക്കുന്നവരെ. ദൈവം തങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ അഹങ്കരിക്കുക. ഈ സമ്പത്ത് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ കഴിവ് കൊണ്ട്, ഞാൻ അധ്വാനിച്ചത്, ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്ന അനേകരെ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-ാമത്തെ വചനം. തൻ്റെ സമ്പത്തിലും പ്രതാപത്തിലും അഹങ്കരിച്ചുകൊണ്ട് ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ വിളിച്ചു പറയുകയാണ്, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി തൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ച മഹത്തരമായ ബാബിലോൺ, എൻ്റെ രാജ്യമഹത്വത്തിന് വേണ്ടി ഞാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് പ്രതാപം കൊണ്ട് നിർമ്മിച്ച മഹത്തരമായി ബാബിലോൺ. അവൻ അഹങ്കരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ തൻ്റെ സമ്പത്തിലും തൻ്റെ പ്രതാപത്തിലും നബൂഖദ്നേസർ അഹങ്കരിച്ചപ്പോൾ കർത്താവിന്റെ കരം അവന്റെ മേൽ വന്നു. അഹങ്കാരികളെ ദൈവം ചിതറിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 20-ാം വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അഹങ്കാരം അവനിൽ മൂത്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി. അവന്റെ മഹത്വം നഷ്ടപ്പെട്ടു. അവന്റെ മഹത്വം നഷ്ടപ്പെട്ടു. രാജസ്ഥാനം നഷ്ടപ്പെട്ട് കാളയെ പോലെ പുല്ല് തിന്നുന്നവനായിട്ട് മാറി. ഇത്രയുള്ള നമ്മുടെ സമ്പത്ത്, ഇത്രയുള്ള നമ്മുടെ പ്രതാപമൊക്കെ ഒരു സെക്കൻഡ് പോരെ. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ കോടിക്കണക്കിന് സമ്പത്ത് ഇതൊക്കെ നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് പോരെ. വളരെ പ്രതാപവാനായ നബൂഖദ്നേസർ കാളയെ പോലെ പുല്ല് തിന്നുന്ന ഒരു അവസ്ഥയിലേക്ക് തരം താഴുകയാണ്. ഇതിന്റെ കാരണം എന്താ? അവന്റെ അഹങ്കാരം. തൻ്റെ സമ്പത്തിലും പ്രതാപത്തിലും അവൻ അഹങ്കരിച്ചു. നമ്മുടെ ബിസിനസ് വർദ്ധിക്കുമ്പോൾ, നമ്മുടെ സമ്പത്ത് പെരുകുമ്പോൾ നമ്മൾ അതിനെ ഓർത്ത് നന്ദി പറയാനും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും തയ്യാറാകണം. മൂന്നാമത്തെ ഒരു തലമാണ് ശക്തിയിൽ, മസിൽ പവറിൽ, തങ്ങളുടെ ആരോഗ്യത്തിൽ അഹങ്കരിക്കുന്നവരെ. ശക്തിയിൽ അഹങ്കരിക്കുന്നവരെ. അതിന് വലിയൊരു ഉദാഹരണമാണ് ഫിലിസ്തീയ മലനായ ഗോലിയാത്ത്. നമുക്കൊക്കെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഗോലിയാത്ത്. സാമുവേലിന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 42-ാം തിരുവാക്യം. തുടുത്തുടുത്ത് കോമളനായ ദാവീദിനെ കണ്ടപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, ഫിലിസ്തീയ മലനായ ഗോലിയാത്തിന് പുച്ഛം തോന്നി. അവൻ തന്റെ മസിൽ പവറിലോട്ട് നോക്കിയത്, തന്റെ ശരീരത്തിലേക്ക്, തന്റെ മസിലിലോട്ട് നോക്കിയപ്പോൾ ദാവീദ് വെറുമൊരു പയ്യൻ, അവന് വെറുമൊരു ചെറുക്കൻ. ഈ ചെറുക്കനാണോ എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്? അവൻ തന്റെ ശക്തിയിലെ, തന്റെ മസിൽ പവറിലെ അഹങ്കരിച്ചു. എന്നാൽ ആ കൊച്ചു പയ്യനായ ദാവീദിലൂടെ ഗോലിയാത്തിന്റെ അഹങ്കാരത്തെ കർത്താവ് തകർത്ത് കളയുകയാണ്. ദൈവം അഹങ്കാരികളെ ചിതറിക്കുന്നു. നമ്മുടെ ശക്തിയിൽ അഹങ്കരിക്കരുത്. ശക്തി കർത്താവിൻ്റെതാണ്. സമ്പത്ത് കർത്താവിൻ്റെതാണ്. പദവികൾ കർത്താവിൻ്റെതാണ്. സൗന്ദര്യം കർത്താവിൻ്റെതാണ്. ഇന്ന് അനേകർ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുകയാണ്. എൻ്റെ കണ്ണ്, എൻ്റെ പുരികം, എൻ്റെ മൂക്ക്, എൻ്റെ ചുണ്ട്, എൻ്റെ ഹൈറ്റ്, എൻ്റെ നിറം, ഞാൻ നല്ല സുന്ദരനാണ്, സുന്ദരിയാണ്, കൊള്ളാം. എന്നിൽ ധാരാ തന്നത്? കർത്താവാണ് ഈ സൗന്ദര്യം നിനക്ക് തന്നത്. സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവരോട് എന്താ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്? രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 30-ാമത്തെ തിരുവചനം. യേഹൂ ജസ്രിൽ എത്തിയെന്ന് കേട്ടപ്പോൾ ജസബൽ അവൾ കണ്ണെഴുതി മുടി വൃത്തിയാക്കി. താൻ സുന്ദരിയായിരുന്നു. തൻ്റെ സൗന്ദര്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അവൾ മുടിയൊക്കെ നന്നായി കെട്ടി ഒതുക്കി അവൾ കണ്ണെഴുതി കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. യേഹൂ പറഞ്ഞു, എൻ്റെ പക്ഷത്തുള്ളവർ എത്ര പേരുണ്ട്? 2-3 അന്തഃപുര സേവകർ അവനോട് പറഞ്ഞു, ഞങ്ങളുണ്ട്. യേഹൂ പറഞ്ഞു, അവളെ താഴേക്കെറിയുക. ഈ സേവകരെ സുന്ദരിയായ, മിടുമിടുക്കിയായ, സ്മാർട്ടായ ജസബലിനെ താഴേക്കെറിഞ്ഞു. അവളുടെ ശരീരം ഛിന്ന ഭിന്നമായി ചിതറിപ്പോയി. 37-ാമത്തെ വചനം ഞാൻ വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, ഈ സൗന്ദര്യം ഇത്രയല്ലുള്ളൂ. എൻ്റെ സഹോദര സഹോദരി, സൗന്ദര്യത്തെ പ്രതി അഹങ്കരിക്കുന്ന നമുക്ക് എന്താ ഉള്ളത്? ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ തൃശ്ശൂരിൽ അമല ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. നിങ്ങൾ ആ ഹോസ്പിറ്റലിലോട്ട് വരണം. നല്ല സുന്ദരന്മാരും സുന്ദരികളായിരുന്ന പലരും അവരിന്ന് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വൃദ്ധനെ പോലെ, കിളവിയെ പോലെ ക്യാൻസർ ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട് സൗന്ദര്യം നഷ്ടപ്പെട്ട് വേദനിച്ച് നീറിക്കഴിയുന്ന അനേകരെ നമുക്ക് കാണുവാൻ പറ്റും. നമ്മുടെ സൗന്ദര്യമൊക്കെ ഇത്രയുള്ളൂ.
ഇത് കർത്താവിൻ്റെ ദാനമാണ്. 37-ാമത്തെ വചനം പറയുക, ജസബലിൻ്റെ ജഡം ചിതറിപ്പോയി, ജസ്രേലിലെ വയലുകളിൽ ഇടുന്ന ചാണകം പോലെയായത്. ഇതാണ് ജസബൽ. സുന്ദരിയായ ജസബലിൻ്റെ ശരീരം ചിതറിപ്പോയിട്ട് ജസ്രേലിലെ വയലുകളിൽ ഇടുന്ന ചാണകത്തിന് തുല്യമായിട്ട് മാറി. സൗന്ദര്യത്തിന് ഉറവിടം കർത്താവാണ്, നമ്മൾ ആരും മറന്നു പോകരുത്. അവസാനമായി, വിജയത്തിൽ നമ്മൾ അഹങ്കരിക്കരുത്. വിജയം കർത്താവിൻ്റെ ദാനമാണ്. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന ദൈവമാണ്. നമ്മൾ അനുഭവിക്കുന്ന ഈ വിജയങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിയുക. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 26-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ദാവീദിന് ശേഷം ഇസ്രായേൽ കണ്ടതിൽ ഏറ്റവും ശക്തനായ രാജാവായിരുന്നു ഉസിയ രാജാവ്. ദൈവം അവനെ അധികമായിട്ട് അനുഗ്രഹിച്ചു. കാർഷിക മേഖലയിൽ, സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ ഉസിയാവിനെ ദൈവം അധികമായി അനുഗ്രഹിച്ചുയർത്തി. 16-ാം വചനം നമ്മളെ പഠിപ്പിക്കുക, അവൻ വിജയം നേടിയപ്പോൾ അഹങ്കാരിയായി തീർന്നു, അതവനെ നാശത്തിലെത്തിച്ചു. ദൈവം നൽകിയ ഈ വിജയത്തെ വേണ്ട വിധം ക്രമപ്പെടുത്തുവാൻ അവന് കഴിഞ്ഞില്ല. തൻ്റെ കഴിവ് കൊണ്ടും തൻ്റെ പ്രാപ്തി കൊണ്ടും തൻ്റെ അധ്വാനം കൊണ്ടും തൻ്റെ മികവ് കൊണ്ടാണ് തനിക്ക് ഇതുപോലെ വിജയം കിട്ടിയതെന്ന് പറഞ്ഞ് അവൻ അഹങ്കരിക്കുകയാണ്. തന്മൂലം അവൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. അവൻ കുഷ്ഠരോഗിയായിട്ട് മാറി. അവൻ്റെ അവസാനം വളരെ ദാരുണമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിജയത്തിൽ നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല വിജയവും കർത്താവിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുക. ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരാകണം. ഇന്ന് ആത്മീയതയിലുള്ള ഒരു വലിയ രോഗമാണ് ആത്മീയ അഹങ്കാരം. ഞാൻ നന്നായി സുവിശേഷം പ്രസംഗിക്കുന്നു, ഞാൻ നന്നായി പാടി കർത്താവിനെ ആരാധിക്കുന്നു, വളരെ ഭംഗിയായി ഞാൻ കാര്യങ്ങൾ ശുശ്രൂഷകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു, എന്നോട് പ്രാർത്ഥിക്കാൻ ആയിരങ്ങൾ ആവശ്യപ്പെടുന്നു, എന്നെ കാണുവാൻ വേണ്ടി 10,000 ക്യൂ നിൽക്കുന്നു, അതിൽ വലിയ വലിയ ഉദ്യോഗസ്ഥരുണ്ട്, ഉന്നത സ്ഥാനീയരുണ്ട്, ഇവരൊക്കെ കാണുവാനും പ്രാർത്ഥിക്കാനൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ അറിയാതെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്, എന്നിൽ എന്തോ ഒരു പവറുണ്ട്, എന്നിൽ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ എന്തൊക്കെയായി. ഈ ഒരു ചിന്ത വലിയ അപകടമാണ്. നമ്മൾ തിരിച്ചറിയണം. ശമത്താട് സുവിശേഷം 26-ാം അധ്യായം 33-ാം വചനത്തിൽ കർത്താവ് തന്റെ പീഡാസഹനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ആരൊക്കെ നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല. ആ വാക്ക് വളരെ ശ്രദ്ധിക്കണം. ആരൊക്കെ നിന്നെ വിട്ടുപോയാലും കർത്താവേ, ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. ഇത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നല്ല പത്രോസ് പറഞ്ഞത്, അഹങ്കാരത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആരൊക്കെ പോയാലും ഞാൻ പോയില്ല എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞ പത്രോസ് തന്നെ ആദ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കർത്താവിനെ അവൻ വിട്ടുകളയുക, ഞാൻ അവൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് ആ അടിച്ചുതളിക്കാരി പെണ്ണിന്റെ മുൻപിൽ പോലും അവൻ തൻ്റെ ഗുരുവിനെ നിഷേധിക്കുകയാണ്. ഈ ആത്മീയ അഹങ്കാരമാണ് പത്രോസിനെ ഈ തകർച്ചയിൽ എത്തിച്ചത്. ആരൊക്കെ ഇടറിയാലും കർത്താവേ, ഞാൻ നിന്നിൽ ഇടറുകയില്ല. ശക്തി കർത്താവിൻ്റെതാണ്, അഭിഷേകം കർത്താവിൻ്റെതാണ്, ശുശ്രൂഷകൾ കർത്താവിൻ്റെതാണ്, സഭ കർത്താവിൻ്റെതാണ്, ജനം കർത്താവിൻ്റെതാണ്. എല്ലാം 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 കർത്താവിൻ്റെത് മാത്രമാണെന്നുള്ള തിരിച്ചറിവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വളരണം. ഈ തിരുവചനങ്ങളിലൂടെ എല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ദൈവത്തിൻ്റെ ജനം താഴ്മയുള്ളവരാകണം. അഹങ്കാരം വിട്ടുകളഞ്ഞ് അനുദിനം കർത്താവിൻ്റെ എളിമയിൽ, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ, കർത്താവിൻ്റെ പരിശുദ്ധിയിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വളരുമ്പോൾ നമ്മിലൂടെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം ലോകം തിരിച്ചറിയും. 10,000 കൂട്ടം കൂട്ടമായി കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കും. ഇതിനായി നമുക്കൊരുങ്ങാം. കർത്താവ് നൽകിയ ഈ ദൂത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടത്ത് വലതുകരം ഉയർത്തി താഴ്മയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അനുതാപ ഹൃദയത്തോടെ നിലവിളിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എനിക്ക് നൽകിയ പദവികളെ പ്രതി പലപ്പോഴും ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ സൗന്ദര്യത്തെ പ്രതി, എൻ്റെ ആരോഗ്യത്തെ പ്രതി, എൻ്റെ സമ്പത്തിനെ പ്രതി, എൻ്റെ സുഖ സൗകര്യങ്ങളെ പ്രതി, ആരോഗ്യമുള്ള എൻ്റെ കുഞ്ഞുങ്ങളെ പ്രതി,
കർത്താവേ, അനേകം കാര്യങ്ങളെ കുറിച്ച് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. പലപ്പോഴും നിന്റെ സ്നേഹം നഷ്ടപ്പെടുത്തി. കർത്താവേ, ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി, ഒരു പുതിയ കൃപ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക്, എന്റെ മക്കളിലേക്ക്, എന്റെ സമർപ്പിത സമൂഹത്തിലേക്ക്, എന്റെ തലമുറയിലേക്ക് പകരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, താഴ്മയുടെ ആത്മാവായി ഞങ്ങളിൽ കത്തിപ്പടരണമേ. അഹങ്കാരത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കണമേ. എതിർ ചിന്തകള്, എതിർ വാക്കുകള്, എതിർ മനോഭാവങ്ങള് പരിശുദ്ധാത്മാവെ നിർവീര്യമാക്കണമേ. താഴ്മ നൽകണമേ, താഴ്മ നൽകണമേ, കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തി ജീവിതത്തെയും അനുഗ്രഹിക്കുന്നു. ലോർഡ് ബ്ലെസ്, ബ്ലെസ്. നിരവധിയായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ കർത്താവേ അനുഗ്രഹിക്കുന്നു. ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആമേൻ. കർത്താവ് നൽകിയ ഈ വചനത്തിൽ ആനന്ദിച്ചുകൊണ്ട് ദൈവകൃപയിൽ നമുക്ക് മുന്നേറാം. നമ്മുടെ നിയോഗങ്ങളെയും വിവിധങ്ങളായ ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ആകാശവാതിൽ തുറക്കുകയല്ലേ, ദൈവം താണിറങ്ങുകയല്ലേ, മാലാഖവൃന്ദം വണങ്ങുകയല്ലേ, തിരുസന്നിധിയിൽ തിരുവോസ്തിയായി നീ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു. അഹങ്കാരം അരുതേ അരുത്. ഇന്ന് അനേകരുടെ ജീവിത തകർച്ചയ്ക്കുള്ള ഒരു അടിസ്ഥാന കാരണം അഹങ്കാരമാണ്. ഹൃദയം നുറങ്ങി നിലവിളിച്ച് താഴ്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. നമുക്ക് വേണ്ട വിടുതൽ, നമുക്ക് വേണ്ട സൗഖ്യം, നമുക്ക് വേണ്ട അനുഗ്രഹം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. താഴ്മയോടെ പ്രാർത്ഥിക്കുക. എല്ലാം കർത്താവിന്റെ ദാനമാണ്, ഒന്നും ഞങ്ങളുടേതല്ല. കർത്താവേ, എല്ലാം നിന്റെ ദാനമാണ്. മക്കള്, ആരോഗ്യം, ബിസിനസ്, ജോലി, സമ്പത്ത്, സൗന്ദര്യം, ഡിഗ്രികള്, കുടുംബം എന്ന് വേണ്ട സകലതും കർത്താവിൻ നിന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവോടെ കരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, ആത്മാവിനെ അയക്കേണമേ, നഗതാരിതാ ഒരുങ്ങി. ആത്മാവിനെ അയക്കേണമേ, നഗതാരിതാ ഒരുങ്ങി. വൻകൃപകൾ തകർച്ചകൾ മൂലം, പ്രാരബ്ധങ്ങൾ മൂലം, വിവിധങ്ങളായ ദുരിതങ്ങൾ മൂലം നഷ്ടം തിരിയുന്ന പതിനായിരങ്ങളെ അവിടുന്ന് വിടുവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കരം നീട്ടി നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. കുടുംബങ്ങളിൽ പ്രവർത്തിക്കണമേ, തലമുറകളിൽ പ്രവർത്തിക്കണമേ, ഞങ്ങളുടെ ദേശാന്തരങ്ങളിൽ പ്രവർത്തിക്കണമേ. അത്ഭുതത്തിന്റെ അഭിഷേകം, അനുഗ്രഹത്തിന്റെ അഭിഷേകം, താഴ്മയുടെ അഭിഷേകം നദി പോലെ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി, ഞങ്ങളെ വിശുദ്ധീകരിച്ച സ്നേഹത്തിനായി, ഞങ്ങളെ സുഖപ്പെടുത്തിയ കർത്താവിന്റെ കരുതലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കിരീടങ്ങളും പ്രതിഫലങ്ങളും. ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ